ചാലക്കുടി നഗരസഭയിലെ മുഴുവൻ പൊതുകുളങ്ങളും കെട്ടിസംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൌരസമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. 36 വാർഡുകളിലായി 25 കുളങ്ങളാണ് ഉള്ളത്. ഈ കുളങ്ങളോട് ചേർന്നുള്ള തോടുകളും മറ്റും കെട്ടിസംരക്ഷിക്കാത്ത കാരണം മണ്ണിട്ട് നികത്തി സ്വകാര്യ വ്യക്തികൾ സ്വന്തം ഭൂമിയോട് ചേർത്തിരിക്കുകയാണെന്ന് പൌരസമിതി ആരോപിച്ചു. നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സായ പറയൻതോട് ഉൾപ്പെടെയുള്ള പ്രധാന തോടുകളും മറ്റും വ്യക്തികളും മറ്റും കയ്യേറിയ നിലയിലാണ് ഇപ്പോഴുള്ളത്. നഗരസഭയിലെ പ്രധാന തോടുകളും കുളങ്ങളും കയ്യേറിയ രേഖകൾ ഉദ്യോഗസ്ഥർ മുക്കിയ അവസ്ഥയിലാണ്. ഇവയെല്ലാം സംരക്ഷിക്കുവാൻ പുതിയ ഭരണസമിതി തയ്യാറാകണമെന്ന് പൌരസമിതി ആവശ്യപ്പെട്ടു. സാൻ മരിയ ജസ്റ്റിസ് ഫോറം പ്രസിഡന്റ് ബാബു ജോസഫ് പുത്തനങ്ങാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ VJ ജോജി, സാജൻ പടിക്കല, വിൽസൺ കോട്ടയ്ക്ക, സിബി വട്ടളായി, MV കുഞ്ഞുകുഞ്ഞ്, TP ജോർജ്, പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. അതോടൊപ്പം തന്നെ കെട്ടി സംരക്ഷിക്കാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന കുളങ്ങളുണ്ട്. എൻ്റെ മുന്നത്തെ വാർഡിൽ തന്നെ പോലീസ് കോട്ടേഴ്സ് നിൽക്കുന്ന വാർഡിൽ അവിടെ കുളം പോലെ തന്നെ കെട്ടി സംരക്ഷിക്കാതെ നശിച്ചിരിക്കുകയാണ്. ഇന്ന് ആ കുളം വേസ്റ്റ് കൊണ്ടുകൊടുക്കുന്ന ഒരു വേസ്റ്റ് സംഭരണിയായിട്ട് മാറിയിരിക്കുകയാണ്. അതെല്ലാം ഒന്നൊന്നായി ആ ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ചാലക്കുടിയിൽ ഏറ്റവും വലിയ ജലസ്രോതസ്സായിട്ടുള്ള കോട്ടച്ചിറയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള നമ്മുടെ പറയന്തോടും ആ പറയന്തോടിൻ്റെ ഭാഗങ്ങളും പല സ്ഥലങ്ങളിലും കയ്യേറ്റം നടന്നിട്ടുണ്ട്. ആ കയ്യേറ്റം താലൂക്ക് സർവേറെ കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി ആ ജലസ്രോതസ് നിലനിൽക്കാനും അതോടൊപ്പം തന്നെ നഗരത്തിൻ്റെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ ചാലക്കുടി പട്ടണത്തെ താഴ്ന്ന പ്രദേശങ്ങളെയും താറുമാറാക്കിയ ഒരവസ്ഥയാണ് ഉണ്ടായത്. ഒരു പരിധിവരെ ഈ അവസ്ഥയ്ക്ക് കാരണം ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലിന്റെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും അറിവില്ലായ്മയും അതുപോലെ തന്നെ അവജ്ഞയുമാണെന്ന് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്. ഇവിടെ നിരവധി കുളങ്ങളും തോടുകളും ഈ ചാലക്കുടി മുനിസിപ്പാലിറ്റി അതിർത്തിയിലും